ബിജുവിന് സിനിമയിൽ അഭിനയിക്കാൻ ഓഫർ വന്നില്ലേ? തീർച്ചയായിട്ടും. എന്നാ ചെയ്യാഞ്ഞേ? സിനിമയിൽ എന്ന് വെച്ചാൽ ഒന്നാമത്തെ എനിക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതൊന്ന് രണ്ട് പ്രോജക്റ്റ് രണ്ടും ഒരാൾ വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ് ലെനിൻ രാജേന്ദ്രൻ ചേട്ടൻ. ലെനിൻ്റെ മഴ എന്ന ഫിലിം, പിന്നെ ബിജു തന്നെ ചെയ്തു, വേറെ ബിജുവും ചെയ്തു, പിന്നെ ഇതാ ഒരു സ്നേഹഗാഥ. അപ്പോൾ അത് ഞാനിങ്ങനെ മക്കളോട് പറയും, എടാ ഇങ്ങനെ ക്യാപ്റ്റൻ രാജുവേട്ടനാണല്ലോ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫിലിമിൽ 2 പാട്ട് പാടിയിരുന്നു. അതിന് ശേഷമാണ് നായകൻ എൻ്റെ കാര്യമൊക്കെ ഡിക്ലെയർ ചെയ്യണത്. പൂജയ്ക്കൊന്നും പറഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം രാജുവേട്ടനെ വിളിച്ചത് പറഞ്ഞു, ഇങ്ങനെ മോനെ നീയാണ് എൻ്റെ പടത്തിലെ ഹീറോ എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ, അപ്പോൾ എൻ്റെ കല്യാണം ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നൊരു ടൈമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഈ റീസണും പിന്നെ പലതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഊരി പോകുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറയും, എടാ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞ റോളാണ് പിന്നെ വിക്രം ചെയ്തത്. എന്നാൽ വിക്രം എവിടെ എത്തി, ഏത് ലെവലിലെത്തി? പക്ഷേ ബിജുവിന് ബേസിക്കലി അഭിനയിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് പിന്മാറി. അല്ല, എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഒരു മെയിൻ റോള് കയറി ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അതാണ് സത്യം. ബിജുവേട്ടാ ശരിക്കും എപ്പോഴും പറയുന്നില്ല, ബിജുവേട്ടന് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, പ്ലീസിംഗ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം, അറ്റ്മോസ്ഫിയർ എപ്പോഴും നല്ലതായിട്ടിരിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾഡ് ഈസ് ഓൾവേസ് ഗോൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബിജുവേട്ടനെ പ്ലീസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയാം, ഫസ്റ്റ് സോങ് ഇല്ലേ, അത് പാടുമ്പോൾ ഭയങ്കര നല്ല 10 വെളുപ്പിന് ആയിക്കോട്ടെ. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ശരിക്കും പറഞ്ഞാൽ ബിജുവേട്ടൻ്റെ ഭാഗ്യം എന്താണെന്നറിയാവോ, നമ്മുടെ രവീന്ദ്ര മാസ്റ്ററിൻ്റെ കൂടെയും എത്ര ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. തീർച്ചയായിട്ടും പറഞ്ഞ സത്യമാണ്. അതൊക്കെ ഒരു വലിയൊരു നിമിത്തവും ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. കാരണം ഇപ്പം എൻ്റെയൊക്കെ ഒരു പ്രായത്തിലുള്ള ഒരു പാട്ടുകാരന് പറ്റാത്ത സംഭവങ്ങളാണ്. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്റർ, ജോൺ ചേട്ടൻ, അല്ലെങ്കിൽ അതിന് മുമ്പ് തലമുറ, ഇപ്പോൾ ജയറാം മാസ്റ്റർ, അങ്ങനെയൊക്കെ 1-2 പാട്ടുകൾ ഉള്ളെങ്കിൽ പോലും അത് നമുക്കൊരു വലിയൊരു ലെസണാണ് നമുക്ക്. പിന്നെ MS വിശ്വനാഥ് സാറ്, AT ഉമർ സാറ്, ശ്യാം സാറ്, രാഘവ് മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ഇളയരാജ സാർ, ഓക്കെ നമ്മളിപ്പോഴും സജീവമായിട്ട്. ശരിക്കും ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൂടെ ബിജുവേട്ടൻ്റെ കൂടെ ഉണ്ട്. അതാണല്ലോ ഇത്രയും വലിയ ലെജൻസിനോട് വർക്ക് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. അത് ഒരു എന്താ പറയുക, ഒരുപാട് പറയാനുണ്ട്. കാരണം ഇവർ ഓരോരുത്തർക്കും ഓരോരോ ചിട്ടകളും ഓരോരോ സ്റ്റൈലുമാണ്. അപ്പം അത് നമ്മളിങ്ങനെ ഇവരുടെ പല വർക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പഠിക്കും. അപ്പോൾ രാഘവ് മാസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വർക്കിന് ഇങ്ങനെ എറണാകുളത്തൊരു നാടകത്തിൻ്റെ റെക്കോർഡിങ്ങിനാണ്. അപ്പോൾ ഞാൻ ഓടി കിതച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കും പറഞ്ഞിരുന്ന 1 മണിക്കൂർ ലേറ്റായി. വേണ്ട പുറത്തു നിന്നോളൂ എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ആ വിഷമിച്ചാൽ പിന്നെ നമ്മളപ്പം മനസ്സിലാക്കുകയാണ് സമയത്തിൻ്റെ പങ്ക്ച്വാലിറ്റി എന്നുള്ളത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എത്രത്തോളം അനിവാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ജയറാം മാസ്റ്റർ വളരെ സ്ട്രിക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല. പിന്നെ അർജുന മാസ്റ്ററും ഉമ്മറിക്കാന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് നേച്ചറായിട്ടുള്ള ആൾക്കാരാണ്. അത്ര നമ്മൾ തന്നെ വിചാരിക്കും അയ്യോ ഇത്രയും പാവം ആവാൻ പാടുണ്ടോ എന്ന് വരെ നമുക്ക് ചിലപ്പോൾ തോന്നും. അത്ര വളരെ ഡൗൺ ടു എർത്തുമാണെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യത്തിലും, പാട്ട് പറഞ്ഞു തരുന്ന കാര്യത്തിലും, പാടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ ഓരോരുത്തർക്കും. ഇപ്പോൾ രാജാ സാറാണെങ്കിലും പിന്നെ രാജാ സാറിൻ്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ തലേദിവസം നമുക്ക് ഉറക്കമില്ല. കാരണം എങ്ങനെയായിരിക്കും അദ്ദേഹം നമ്മളോട് പെരുമാറുക. പക്ഷേ ഇളയരാജ സാറ് ആണ്. സാറിന് അതിന് ഓരോ സമയത്ത് ഓരോ നേച്ചറാണ്, മൂഡാണ്. കാരണം വെച്ചാൽ പക്ഷേ ഭാഗ്യവശാൽ എനിക്കധികം ചീത്തയൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ചീത്ത പറയും. ഞാൻ ഏറ്റവും ആദ്യം പാടുന്നത് ഈവൻ തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും രാജ സാറിൻ്റെ ഫസ്റ്റ് പാടുന്നത് അനുരാഗ് കൊട്ടാരം എന്ന് പറഞ്ഞ് വിനയേട്ടൻ്റെ പടത്തിലാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് അന്ന് വേറെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ആ റെക്കോർഡിങ് ലേറ്റായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ റെക്കോർഡിങ് ചെന്നപ്പോഴത്തേക്കും രാജസാറിൻ്റെ റെക്കോർഡിങ് ചെന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് എന്നെ കാണാതെ അദ്ദേഹം തന്നെ പാടാനായിട്ട് റെഡി ആയിട്ട് എടുക്കുക രാജാ സാറ്. അപ്പോൾ ബിജു വരും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെന്ന് വിനയേട്ടനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ റെക്കോർഡിങ് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് സ്റ്റുഡിയോൻ്റെ ഡോറൊന്ന് നോക്കുന്ന സീൻ എന്ന് വെച്ചാൽ പൂജ എല്ലാം കഴിഞ്ഞ് കൈതപ്പുറം തിരുമേനിയുണ്ട്, വിനയേട്ടനുണ്ട്, പിന്നെ രാജസാറോട് നിൽക്കണം. രാജസാർ എന്നെ പാടാൻ പോവാം. അപ്പോഴാണ് എന്നെ കണ്ടു. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ വെച്ച് പാടിപ്പിക്കില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ശരി എഴുതിയെടുത്തോളൂ എന്നിട്ട് പാട്ട് എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞു തരണം. പക്ഷേ പരീക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം പഠിച്ച് ടേക്ക് എന്ന് പറഞ്ഞ് ടേക്ക് എടുത്ത ശേഷമാണ് ഉടനെ അല്ല നമുക്ക് സെക്കൻഡ് ലൈൻ മാറ്റിക്കളയാം.
എന്നാൽ അത് പഠിച്ചിട്ട് അത് കഴിഞ്ഞ് ടേക്ക് കഴിയുമ്പോഴത്തേക്ക് അല്ല 4th ലൈൻ നമുക്ക് ചേഞ്ച് പണലാം എന്നിട്ട് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഓൺ ദി സ്പോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. പക്ഷേ ഞാൻ എന്നിട്ട് കുഴപ്പമില്ല പാടി വെച്ചു. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഫിലിമിൽ ഫസ്റ്റ് ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോഴുള്ളൊരു വിരുദ്ധമായിരുന്നു. ഞാൻ ഇനി വേറെ ആരും കൊണ്ട് മാറ്റി പഠിപ്പിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് പടത്തിലുണ്ട്. പക്ഷേ അതിനുശേഷം ആ പടത്തിൽ വേറെ പാട്ടും കൂടി പാടിയിരുന്നു. അതൊരു വിരുദ്ധമായിരുന്നു. പിന്നെ ഡ്യുവറ്റായിട്ട് പാടിയത് സ്വർണ്ണലതയും ഞാനും കൂടി ഒരു സോങ്ങാണ്. വരി എനിക്ക് ഓർമ്മയില്ല. സാരമില്ല, കുഴപ്പമില്ല. നമുക്ക് വേറെ പാട്ട് വരുമല്ലോ. ഓർമ്മയുള്ള ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. രവീന്ദ്രൻ മാസ്റ്റർ ശരിക്കും ബിജുവേട്ടൻ്റെ അടുത്ത് ആ പാട്ട് പാടാൻ പറഞ്ഞതും രവീന്ദ്രൻ മാസ്റ്റർ ബിജുവേട്ടനെ കണ്ടതും ബിജുവേട്ടൻ തന്നെ പാടണം എന്നൊക്കെ പറയില്ലേ, ആ എക്സ്പീരിയൻസ്? അത് ശരിക്കും പറയുകയാണെങ്കിൽ വെങ്കലത്തിൽ ഞാൻ വരുന്നത് രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞിട്ടല്ല. ആക്ച്വലി ജോണി സഗരിക അദ്ദേഹം ആണ് എൻ്റെ പേര് പറയുകയും, പക്ഷേ മാഷിന് എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു. കാരണം വെച്ചാൽ അമരം ഫിലിമിൻ്റെ ഫംഗ്ഷന് ഞാൻ പാടിയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം അത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ വളരെ എളുപ്പമായി കാര്യങ്ങൾ. അപ്പോൾ ഉടനെ അദ്ദേഹം തന്നെ ഞാൻ ഇവൻ്റെ പാട്ട് എനിക്ക് കേൾക്കണ്ട, അപ്പോൾ ഞാനൊരു CD ആയിട്ടാണ് പോണത് കേൾപ്പിക്കാനായിട്ട്. അപ്പോൾ കാരണം ജോണി ചേട്ടൻ തന്നെ ഒരു അയ്യപ്പൻ ഫുൾ CD ഉണ്ട്. അപ്പോൾ അതുപോലെ എനിക്കതൊന്നും കേൾക്കണ്ട, ഇവൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല അവൻ എന്നിട്ട് ഡ്രസ്സ് ഇതല്ലേ ഒരു വെള്ള ജുബയും അന്ന് നമ്മൾ കൂടുതലും ജുബയൊക്കെ ഇട്ടിട്ടാണ് സ്റ്റേജിൽ. ആ വെള്ള ജുബയിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ത്രിൽഡായി. കാരണം രവീന്ദ്ര മാസ്റ്ററെ പോലൊരു ആൾ നമ്മളുടെ കോസ്റ്റ്യൂം വരെയൊക്കെ മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് മാഷാണ് അവിടെ SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്റ്റുഡിയോ വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വന്ന് കണ്ട് പിറ്റേ ദിവസം തന്നെ പാടുന്നത് ഈ 10 വെളുപ്പിനുള്ള ഗാനം. പക്ഷെ പിന്നീട് മാസ്റ്റർ ഒരുപാട് സിനിമകളിൽ സീരിയല് കാസറ്റിലൊക്കെ പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. ബിജുവേട്ട ഇപ്പം ഒരു പാടിയ പാട്ടുണ്ട് സത്യം ശിവം സുന്ദരത്തിൽ. അത് എനിക്ക് തോന്നുന്നു ആർക്കും ഇഷ്ടമല്ലാത്തൊരു പാട്ടല്ല, എല്ലാവർക്കും ടച്ചിങ് ആയിട്ടും ഏതൊരാൾക്കും ഒരു അച്ഛനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇങ്ങനെ എന്താ പറയാ സ്നേഹിക്കാത്തവർ പോലും സ്നേഹിച്ചു പോകും ആ വരികൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെ. ആ വരികൾ പാടിത്തന്നാൽ ഞാൻ പായസം തരാം. അപ്പൊ അത് പാടിയാൽ മാത്രമേ പായസം കിട്ടുള്ളൂ അല്ലേ. റാഗിങ്ങിന്റെ അവസാന ഘട്ടം ഇങ്ങനെ വിചാരിച്ച് പാടുകയാണ്. ആ പാട്ടിന് വേറെ കാര്യം വെച്ചാൽ അതും ഒരു നിമിത്തമാണ്, എല്ലാ നിമിത്തമാണ് എൻ്റെ ജീവിതത്തിലെന്ന് വിചാരിക്കുന്ന ആളാണ്. ഈ പൊതുവെ അമ്മമാരെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള പാട്ടുകളാണ് സിനിമയിൽ കൂടുതലും. ഒരുപാട് പാട്ടുകളുണ്ട്. അച്ഛനെ വർണ്ണിച്ചിട്ടുള്ള പാട്ട് വളരെ കുറവാണ്. അപ്പം അതും നമുക്ക് കിട്ടിയതും അത് എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെ നിൽക്കും എന്നുള്ളത് സത്യമാണ്. അപ്പം അതും ദൈവത്തോട് അത് പറയുന്നു. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. ബിജുയുടെ മതി ഇനി പാടല്ലോ, ഇനി ഞാൻ കരയും. എന്നാന്നറിയാവോ, ശരിക്കും നമ്മൾ ഇതേപോലെ ബിജുയുടെ പറഞ്ഞ സത്യമാണ്. നമ്മൾ അമ്മമാരെ കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളതും അമ്മമാരുടെ അടുത്താണ് നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ്. പക്ഷേ നമുക്ക് അച്ഛനോടൊരു സ്നേഹം ചില കുട്ടികൾക്ക് കൂടുതലാണ്, ചിലർക്ക് കുറവാണ്. പക്ഷെ കുറവുള്ളവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ വരികൾ വെച്ച് നമ്മുടെ അച്ഛനെ നോക്കിയാൽ ശരിക്കും നമ്മുടെ അച്ഛൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട്. അതൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഞാൻ ആലോചിച്ചാൽ ഞാൻ കരയും.